അങ്ങോട്ട് പാടി ഇങ്ങോട്ട് നിന്നോട് കേറാൻ പറഞ്ഞു. എടാ വണ്ടി ഒന്ന് വേഗം എടുക്കടാ. വണ്ടിയുടെ താക്കോല് കാണുന്നുണ്ടാ. എന്താണ് വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ? എന്താ എന്ത് പറ്റി? എന്റെ സമയം അത്ര ശരിയല്ല. ചെല്ലുന്ന സ്ഥലത്തൊക്കെ ഓരോരോ പ്രശ്നങ്ങള്. തൽക്കാലം താമസിക്കാനൊരു സ്ഥലം വേണം. അതിനിടെയാക്കാം. നീ ഒരു കാര്യം ചെയ്യ്. നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നതെന്ന് പറയും. നീ ഒന്ന് സമാധാനായിട്ടിരിക്കും, ഞാൻ പറയാം. ഇത് നേരമോ മഴയോടിതോ ചൊല്ലിടൂ. മഴ പെയ്യും പോലെ ഈ ഭൂമി ചുറ്റി വന്നു, ഈ ലോകം ചുറ്റി ചുറ്റി എൻ മാറത്തായി നീ വന്നു. കണ്ണുകളാകെ ചൊല്ലി നിൻ ദേവനൃത്തം പോലെ, ഈ പാലുകൾ പൂത്തതുപോലെ എൻ കണ്ണിൽ സ്വപ്നം കണ്ടു. നീ പറയൂ സഖിയേ പ്രിയതമേ, നീ പ്രിയനായി
നിമിഷമോ എൻ മനസ്സിൽ കുളിരുള്ള മധുരമോ നെഞ്ചിൽ തുള്ളും തുടിത്താളം കൊച്ചവിടെ അവൾ അകത്ത് കിടന്ന് ഉറങ്ങുക. അല്ല, അവരൊക്കെ ആരാ? എനിക്കങ്ങനെ അറിയാനാ? ഒന്നില്ലെങ്കിൽ പോലീസ് നമ്മളെ ചേസ് ചെയ്യണം, അല്ലെങ്കിൽ പാരന്റ്സ് നമ്മളെ ചേസ് ചെയ്യണമായിരുന്നു. പക്ഷെ ഇവരൊക്കെ ആരാ? എനിക്കറിയില്ലെന്ന്. നിനക്കറിയുന്ന കാര്യങ്ങൾ എനിക്കും അറിയും. നീ അഡ്രസ് മിസ്സായി ഇങ്ങോട്ടേക്ക് കയറാന്ന് പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു. നമ്മളിപ്പോ എവിടെയാണെന്ന് പോലും അറിയാതെ അഗതിയായിട്ട് കയറിയിരിക്കുകയാണെന്ന്. അതാ ശരിക്കും സംഭവിച്ചെ. എന്റെ പൊന്നു മുത്ത്, ഇത്രയും നേരം ഡ്രൈവ് ചെയ്ത് വയ്യാതിരിക്കുക. കിടന്നുറങ്ങാൻ നോക്ക്, കാലത്ത് പോകാനുള്ളതല്ലേ. തൽക്കാലം ഇപ്പൊ കിടക്കാം, നമുക്ക് പോകുന്ന വഴിക്ക് സംസാരിക്കാം. പറയടാ. നിനക്ക് അവിടെ നിന്നൊരു പരിപാടി? എഴുന്നിട്ട് വന്ന് കാര്യം കയറ്. എടാ ആരടാ നീ? നിന്നെയൊക്കെ എടാ വിക്കി, നീ ഇവിടെ എന്താടാ പരിപാടി? വാട രണ്ടെണ്ണം അടിച്ചിട്ട് വരാടാ. നിനക്ക് വേറെ ഒരു പണിയില്ലല്ലേ? വന്നേ കയറാൻ നോക്ക്. ഞാൻ മര്യാദക്ക് എന്റെ പാട്ടിന് നടന്നു പോയേനെ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഈ തൽക്കാലം ഒന്നും പറയാൻ നിൽക്കണ്ട, മിണ്ടാതിരുന്നാ മതി. ഞാൻ കൊണ്ടാക്കാം. അതുവരെ സൈലൻസ്. നീ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ നടന്നു പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഈ കാറിലിരുന്നൊക്കെ പോകുമ്പോ എനിക്ക് ഛർദിക്കാൻ വരുവാടാ. നിനക്ക് എന്തുവേണേലും പറയാലോ. ഓസിക്ക് ബിയർ, AC ഇട്ട കാറ്, അപ്പൊ പിന്നെ ഇങ്ങനെ വായി തോന്നുന്നു പറയാം. പണിയല്ലേ? നിക്ക് നിക്ക് നിക്ക്, ഒന്ന് പിടിച്ചു വെക്കി. ഞാൻ നിർത്താം. ഇതിലൊന്നും വാള വെക്കല്ലേ, ഇറങ്ങി പോയി. മഴയോ? നീ പോവാൻ നോക്ക്. എടാ നിക്കടാ. ഇതാ സാർ എന്നോട് നടന്നത്. എന്നെ വിടൂ സാർ, പ്ലീസ് സാർ. സത്യം പറഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടാം. സാർ എന്റെ അമ്മയാണ് സത്യം സാർ, എനിക്ക് വേറൊന്നും അറിയില്ല സാർ. അവരുടെ ഫോട്ടോ വല്ലതുണ്ടോ? ഫോൺ നമ്പർ ഉണ്ട് സാർ. രാമു, സർ. നോട്ട് ചെയ്യേ. ഓക്കെ സർ. 97405817 സാർ. വിളിച്ചു നോക്കണോ നമ്പറില്? സർ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നത്. ആ നമ്പർ ആരുടേതാണെന്ന് കണ്ടുപിടിക്കണം. ശരി സാർ. ഈ ഇൻഫർമേഷൻ എല്ലായിടത്തേക്കും പാസ് ചെയ്യേ. ചെയ്യാം സർ. അവനെ കണ്ടുകിട്ടിയ കൊന്നിട്ടാണെങ്കിലും ആ കുട്ടിയെ രക്ഷിച്ചു കൊണ്ടുവരണം. ശരി സാറേ. വലിയൊരു കിഡ്നാപ്പർ വന്നിരിക്കുന്നു. ഒരുമാതിരി ഇടപാടായി പോയി. ചേട്ടാ, എത്ര നേരം എടുക്കും? ഇനി ഒരു 10 മിനിറ്റിനുള്ളിൽ തീരും സാർ.